രാജമോഹൻ ചേട്ടാ, ഇന്നലെ എം ഹസൻ നടത്തിയ ഒരു പരാമർശം ഭയങ്കര ചർച്ചയായിട്ടുണ്ട്. ശശി തരൂരിനെതിരെയാണ് ഹസൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സാമാന്യ മര്യാദയുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് രാജിവെച്ചിട്ട് വേണം നെഹ്റു കുടുംബത്തെ തരൂർ കുറ്റം പറയേണ്ടതെന്നാണ് ഹസൻ പറയുന്നത്. നെഹ്റു കുടുംബത്തിൻ്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ തരൂർ തലമറന്ന് എണ്ണ തേക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഹസൻ്റെ ഈ പ്രസ്താവനയെ നമ്മൾ ഏത് രീതിയിലാണ് വിലയിരുത്തേണ്ടത്? ഹസൻ ഇത് പറയുമ്പോൾ, അത് തരൂരിനെ പറ്റി ഹസൻ പറയുമ്പം ഏത് തരത്തിലാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. ഹസൻ്റെ അവസാനത്തെ രൂപം ഓർക്കുന്നത്, അല്ലെ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുന്നത്, കെ സുധാകരൻ അസുഖം മൂലം രോഗബാധിതനായി ഏതാനും മാസങ്ങൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് താൽക്കാലികമായ ചുമതല കൊടുത്തത് ഹസനാണ് കൊടുത്തത്. സുധാകരൻ അസുഖമെല്ലാം ഭേദമായി രോഗബാധിതരൊക്കെ കഴിഞ്ഞ് സജീവ പ്രവർത്തന രംഗത്തേക്ക് വരാൻ തയ്യാറായി KPCCയിൽ യോഗത്തിന് ചെന്നപ്പോൾ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഹസനാണ്. ഇദ്ദേഹം ചെന്നിട്ടും ആരും മാറി കൊടുക്കുന്നില്ല. ആ കസേരയിൽ അങ്ങനെ അള്ളിപ്പിടിച്ച സിൻബാദിൻ്റെ പുറത്തിരുന്ന കടൽക്കിഴവിൻ്റെ കൂട്ട് അള്ളിപ്പിടിച്ച് ഹസൻ ഇരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ബലം പ്രയോഗിച്ച് തന്നെ മാറ്റേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ആ ഹസനാണ് തരൂരിൻ്റെ അധികാരമുഖത്തെപ്പറ്റി കുറ്റം പറയുന്നതെന്ന് കാണുമ്പോൾ എന്ത് മറുപടിയാണ് പറയുന്നത്? നിസ്സാര കാര്യത്തിന് ഒരിക്കലും തനിക്ക് അർഹതയില്ലാത്ത KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ടെമ്പററി ആയിട്ട് കയറ്റി ഇരുത്തിയതിൻ്റെ പേരിൽ ഒരു മുസ്ലിം വേണമായിരുന്നു, അതുകൊണ്ട് ഹസൻ്റെ പേര് വന്നു വേണം പറയാം. അവിടുന്ന് മാറിക്കൊടുക്കാൻ മടി കാണിച്ച ഹസൻ എങ്ങനെ തരൂരിനെ കുറ്റപ്പെടുത്തി? തരൂർ തിരുവനന്തപുരം ജയിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം തൊട്ട് ജയിക്കാൻ തുടങ്ങിയ ഏറ്റവും സന്നിഗ്ധ ഘട്ടത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ മോഡിയുടെ ഗ്ലാമർ പ്രതാപകാലത്ത് പോലും തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധിച്ചു. ഹസൻ കായംകുളം ഉൾപ്പെടെ മത്സരിക്കാൻ പോയിടത്തൊക്കെ എന്താ സംഭവിച്ചതെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. കോൺഗ്രസ്സിന് നെഹ്റുവിനോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്കോ സ്തുതി പാടുന്നതാണ് പ്രധാനം. കോൺഗ്രസ് സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ ആലോചിക്കുന്ന പ്രധാനം. കോൺഗ്രസ് സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ ആലോചിക്കണമെങ്കിൽ അതാദ്യം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കാൻ ഇവരാരും തയ്യാറില്ല. രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞു? നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ഒരാൾ AICCയുടെ ഉത്തരവാദിത്തം ഏൽക്കണം, കോൺഗ്രസ് സംഘടനയുടെ ഉത്തരവാദിത്തം ഏൽക്കണമെന്ന് പറഞ്ഞ് രാജിവെച്ച് പോയ ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ അതിൽ കൂടുതൽ അത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും തരൂർ പറഞ്ഞിട്ടുണ്ടോ? തരൂർ എന്താ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്? തരൂർ പറഞ്ഞുകൊണ്ടാണോ കുറ്റം? ആൻ്റണി എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു? ആൻ്റണി ഇന്ദിരാഗാന്ധി ആൻ്റണി കോൺഗ്രസിൻ്റെ ഉന്നത നേതാവായിരുന്നല്ലോ. ഇന്ദിരാഗാന്ധിക്ക് സീറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ആൻ്റണിയുടെ കൂടെ ഹസനും ഇറങ്ങിപ്പോന്നല്ലോ. അന്നിതൊന്നും ഓർത്തില്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ധാർമ്മിക രോഷമുണ്ട് ആന്റണിയുടെ ഒപ്പം ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിലുള്ള ഹസൻ. ആ ഹസൻ ഇപ്പോൾ ഇത് പറയാൻ എന്താ അവകാശമുള്ളത്? ഇപ്പോൾ അവകാശം കിട്ടുന്നത് തരൂരിനെ എതിർക്കുന്ന കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, പല കാരണങ്ങളാൽ. ആരെങ്കിലും ആട്ടെ, ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവർ. ഉണ്ണിത്താനാണ് അതിന് മുമ്പ്, അങ്ങനെ ഉണ്ണിത്താനൊക്കെ മുമ്പിൽ നിൽക്കും. ഇതിന് അവർ ചെയ്യുന്നതിന് ചില ഉദ്ദേശങ്ങളും കാരണങ്ങളും, അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. ഇവർ മറ്റാർക്കോ വേണ്ടിയാണ് കുറയ്ക്കുന്നത്. ആരാന്ന് പറയാൻ പറ്റാതെ KC വേണുഗോപാലാകാം, സതീശനാകാം, സുധാകരനാകാം, അടൂർ പ്രകാശാകാം, രമേശൻ, ആരുമാകാം. പക്ഷേ ഇത് തരൂർ എന്താണ് കോൺഗ്രസിന് അപകടകരമായി പറഞ്ഞിരിക്കുന്നത്? ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? നെഹ്റു കുടുംബത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ കോൺഗ്രസിന് എന്തുണ്ട്? ഇപ്പോഴത്തെ കാര്യമാണ് നോക്കേണ്ടത്. പണ്ടാണെങ്കിൽ ഗാന്ധിയുടെ പറയേണ്ടി വരും, അതിനു മുമ്പാണ് ബാലഗംഗാധരൻ പറയേണ്ടി വരും, എത്രയോ പഴയകാല നേതാക്കന്മാരുടെ പറയണ്ടേ. അതിനൊക്കെ മുമ്പ് കോൺഗ്രസ് ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൻ്റെ ചരിത്രം പറയേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ഇന്ന് കഴിഞ്ഞൊരു 10 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്ത് സംഭാവന ആരൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? ഉദാഹരണം ഹസനെ തന്നെ സ്വയം എടുക്കുക. തനിക്ക് കോൺഗ്രസിന് വേണ്ടി എന്ത് സംഭാവന കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? താൻ ജീവിക്കുന്ന ചുറ്റുവട്ടത്തുള്ള കോളേജുകളിലെ KSUക്കുള്ള വളർന്നു വന്ന ആളാണ് ഹസൻ. ഒന്നാലോചിക്കുക, താൻ പ്രവർത്തിക്കുന്ന, അല്ലെ താൻ വളർന്നു വന്ന, ഇപ്പോൾ തൻ്റെ പ്രവർത്തന മേഖലയായിരിക്കുന്നത് ഏതാണെന്ന് എനിക്കറിയില്ല. KPCC ഓഫീസാണോ, തിരുവനന്തപുരമാണോ എന്നറിയാം, അതോ കൊച്ചിയാണോ എന്നൊന്നും അറിയില്ല. KSUവിൻ്റെ നിലവാരം എന്താ? എത്ര കൗൺസിലർമാരുണ്ട്? എത്ര പഞ്ചായത്ത്, താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ട്? ഇത് പറയണ്ടേ? പിന്നെ ഇത് പറയാൻ പറ്റാതെ ഇതൊന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. പാർലമെൻറ്റ് ഇലക്ഷനെ ഭൂരിപക്ഷം മാത്രം കെട്ടിക്കൊണ്ട് പറയരുത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത് അത് ഇനിയും വേണേൽ വോട്ട് ചെയ്തേക്കാം പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കാര്യത്തിൽ. മറിച്ച് മറ്റ് കാര്യങ്ങളിൽ ഇത് പറയാൻ പറ്റും. ഹസൻ പറയട്ടെ, ഹസനെപ്പോലുള്ളവർ പറയട്ടെ. ആലോചിച്ച് നോക്കണം, ആന്റണി എന്തെല്ലാം കമ്പനി നടത്തിയിരിക്കുന്നു. ഹസൻ്റെ കൺമുമ്പിലല്ലേ ഹൈക്കമാൻഡ് ഇടപെടിയില്ല. AICC ഇലക്ഷനിൽ നിഷ്പക്ഷ ഇലക്ഷനായിരിക്കും, ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥിയില്ല, യാതൊരു റോളും ഇല്ല എന്നുണ്ട്. AK തന്നെ പരസ്യമായിട്ട് ഖാർഗെയുടെ നോമിനേഷൻ പൂരിപ്പിക്കാൻ പോയില്ലേ? കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞില്ല. അന്നൊന്നും ഹസൻ അഭിപ്രായ വ്യത്യാസമില്ലേ? ശശി തരൂരിനോട് എങ്ങനെ ഈ നേതാക്കന്മാർ, ആറാട്ടുമുണ്ടന്മാരായ നേതാക്കന്മാർ എങ്ങനെ പെരുമാറിയോ അപ്പം നിശബ്ദനായിരുന്ന ഹസന് ഇപ്പോഴെന്താ പറയാൻ കാര്യം? ഇപ്പോൾ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ,
നെഹ്റു കുടുംബത്തെ വിമർശിച്ച തരൂരിനെ ഞാൻ വിമർശിച്ചിരിക്കുന്നു. ആര്? രാഹുൽ ഗാന്ധി വരുമ്പോൾ കൊണ്ട് കാണിക്കാം എൻ്റെ ഫോട്ടോസ്റ്റാറ്റ് പത്രത്തിൽ വന്നതിൻ്റെ കോപ്പി. അങ്ങനെ ഒത്തിരി നേതാക്കന്മാരുണ്ട്. പ്രിയങ്ക വരുമ്പോൾ കാണിക്കാം ഞാനുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ എന്ന് പറയുന്ന ആ ടൈപ്പ് നേതാക്കന്മാരാണ് കോൺഗ്രസിൻ്റെ ശാപം. ഇവരൊക്കെ പ്രവർത്തിച്ച തിരുവനന്തപുരം ജില്ല എത്ര പ്രമാണിമാരുണ്ടായിരുന്നു അവിടെ. എന്താ സ്ഥിതി? തരൂർ പോലും കത്തിച്ചാണ് ജയിച്ചത്. തരൂരായതുകൊണ്ടാണ് ജയിച്ചത്. ഹസൻ എന്ത് ഒന്നും ഞാൻ ജയിക്കാമെന്ന് പറഞ്ഞൊരു സീറ്റ് കായംകുളത്ത് മത്സരിക്കത്തില്ലേ ഹസൻ? നിൽക്കുമോ? പുനലൂർ മത്സരിച്ചിട്ടുണ്ട് പറ്റി. ഒരു പ്രാവശ്യം എങ്ങനെയോ ജയിച്ച MLA ആയി. അതിൻ്റെ പേരിൽ ആയുഷ്കാലം ഈ പദവി വേണം എന്നുള്ള ആഗ്രഹം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ KPCCയുടെ ടെമ്പററി ആയിട്ട് കിട്ടിയ പ്രസിഡന്റ് സ്ഥാനം പോലും മാറിക്കൊടുക്കാൻ മടി കാണിച്ച ഹസൻ. അത്തരം ആൾക്കാരാണ് ഇന്ന് സത്യം കോൺഗ്രസ്സിൽ. ഇനി വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ വലിയ കുഴപ്പം കാണിയില്ല. പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചാൽ, ഒരു മെച്ചപ്പെട്ട പ്രകടനം നടത്തിയാൽ, ഒന്ന് നിങ്ങൾ ഓർത്തോളൂ, ഒത്തിരി ഇത്തരം ആറാട്ടുമുണ്ടന്മാർ സജീവമായ രംഗത്ത് വരും. അതെങ്ങനെ വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം.